റാണി വീണ്ടും ചരിത്രം രചിക്കാൻ പോകുന്നു എന്ന സന്ദേശമാണ് ഈ മഹാറാലി നൽകുന്നത്. പ്രമോദ് നാരായണനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കും എന്ന സന്ദേശമാണ് ഈ മഹാറാലി നൽകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽക്ക് ജനങ്ങൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ വലിയൊരു പ്രവാഹമായി LDF വേദികളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നല്ല സൗകര്യമുള്ള വേദി എന്ന് സംഘാടകർ കണക്കാക്കിയ വേദി മതിയാകാതെ വരുന്നു. കാരണം ആളുകളെല്ലാം വന്ന് നിറഞ്ഞു. പിന്നെ വരുന്നവർക്ക് ഈ യോഗ സ്ഥലത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ചിലയിടത്ത് യോഗസ്ഥലത്തേക്ക് കടക്കാൻ കവാടം പോലെയുണ്ട്. അതിന് പുറത്ത് നിൽക്കലല്ലാതെ വേറെ മാർഗമില്ല. ആ രീതിയിൽ ജനം ഒഴുകിയെത്തുകയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വലിയ തോതിൽ ജനവിഭാഗങ്ങൾ അണിനിരന്നിരിക്കുന്നു. LDFൻ്റെ ജനകീയ അടിത്തറ വലിയ തോതിൽ വിപുലമായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് അതുകൊണ്ട് കടക്കുന്നില്ല. LDF ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തെ ഇനി അങ്ങോട്ട് നയിക്കും. എന്താണ് LDF നാടിനു മുന്നിൽ നൽകിയിട്ടുള്ള വാഗ്ദത്തം? ആ കാര്യത്തിലേക്ക് മാത്രമായി എൻ്റെ സംസാരം ചുരുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, 2016 LDF സർക്കാർ അധികാരത്തിലേറിയത്. അന്ന് കേരളത്തിൽ ജീവിക്കുന്നവരെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുകയായിരുന്നു. മാറ്റം പുരോഗതിയിലേക്ക്, വികസനത്തിലേക്ക്. നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെല്ലാം മാറ്റമാണ് ചിന്തിച്ചത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇവിടെ അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2016 നാം നാട്ടിലൂടെ നടന്നാൽ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോഴില്ല. എല്ലായിടങ്ങളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മെച്ചപ്പെട്ട റോഡുകളെ ഇപ്പോൾ കാണാനാകുന്നുള്ളൂ. അതേപോലെ സ്കൂളുകൾ നേരത്തെ പൊതുവിദ്യാലയങ്ങൾ വലിയ ശോചനീയാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ആ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക്കായി മാറി. ക്ലാസ് മുറികൾ സ്മാർട്ടായി.
പൊതുവിദ്യാലയങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു. 2016 UDF സർക്കാർ ഭരണമൊഴിയുമ്പോൾ ഭരിച്ച 5 വർഷക്കാലം പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കുറവുണ്ടായത് 5 ലക്ഷമായിരുന്നു. ആ ഭരണം തുറന്നിരുന്നുവെങ്കിൽ ഈ കാലയളവ് ഒരു 10 ലക്ഷം കൂടി വിദ്യാർത്ഥികൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. കുറേ വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്ന സ്ഥിതിയാണ് അതിൻ്റെ ഭാഗമായി സംഭവിക്കുക. എന്നാൽ LDF അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിൻ്റെ ഫലം എല്ലാവരും നേരിട്ട് കാണുന്നതാണ്. മൊത്തമായ കണക്കേ ഞാൻ പറയുന്നുള്ളൂ. കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിൽ നിന്നോ വർദ്ധിക്കൽ തുടങ്ങി. എത്രയാ? ഇപ്പോൾ 6,80,000 കുട്ടികൾ ഇതേ സ്കൂളുകളിൽ വർദ്ധിച്ചു. ഇത് ഇനിയും ഉയർന്ന തലത്തിലേക്ക് പോകണം. ഇനിയും മാറ്റം വേണം. LDF പ്രകടന പത്രിക പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വേണം. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ പുനഃസംഘടിപ്പിക്കും. ഇല്ലായ്മയുണ്ട് വലിയ തോതിൽ അവിടെ. അതെല്ലാം പരിഹരിച്ച് എല്ലാം ഉള്ളതാക്കും. പ്രധാന യൂണിവേഴ്സിറ്റികൾക്ക് 125 കോടി രൂപ, മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് 75 കോടി രൂപ പ്രാഥമികമായി തന്നെ നൽകുകയാണ് ഈ ഇല്ലായ്മ പരിഹരിക്കാൻ. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാമുള്ള സ്ഥാപനങ്ങളായി മാറും. അങ്ങനെ വരുമ്പോൾ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തും. ദേശീയ തലത്തിൽ നിലവാര പട്ടികയിലെ ആദ്യ കുറച്ചെണ്ണത്തിൽ കേരളത്തിന് സ്ഥാനമുണ്ടാകും. ലോക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാര പട്ടിക എടുത്താൽ അതിൽ ആദ്യത്തെ 100-ൽ കേരളത്തിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവും. ഈ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോയി പഠിക്കുന്നുണ്ട്. ഇതിന് മാറ്റം വരും. അവർ പോകേണ്ടതില്ല എന്ന് മാത്രമല്ല, മറ്റ് കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ഇവിടത്തേക്ക് വന്ന് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ താല്പര്യം കാണിക്കും. അത്രത്തോളം നിലവാരമുയർന്ന സ്ഥാപനങ്ങളായിരിക്കും കേരളത്തിലുണ്ടാവുക. ഇവിടെ ഗവേഷണം ചുരുക്കമാണിപ്പോൾ നടക്കുന്നത്. ഒരു ഗവേഷണ സമൂഹം തന്നെ ഇവിടെ ഉണ്ടാകും. അത്രയധികം ഗവേഷകരുണ്ടാകും. ഗവേഷണ വിഷയങ്ങൾ നാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുകൂടിയാവും. ഗവേഷകർ നാടുമായി വലിയ തോതിൽ സംവദിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ നാടിൻ്റെ വിവിധ മേഖലകൾക്ക് ആവശ്യമായ പുരോഗതിക്ക് ഈ ഗവേഷണങ്ങളിലൂടെയുള്ള സംഭാവനയുണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അനുവദിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്.
മുഖ്യമന്ത്രി റാന്നിയിൽ സംസാരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുതുതായി എത്തി. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇനി സമൂലമായ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അഗ്നി നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന അംഗം. വിവാഹം, ഗൃഹപ്രവേശം, അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പുതിയ തുടക്കങ്ങൾക്കും സാക്ഷി അഗ്നി തന്നെ. നമ്മുടെ വിശ്വാസങ്ങൾക്ക് തുണയായിരിക്കുന്നതും അഗ്നി തന്നെ. ഗുണമുള്ളത് സൃഷ്ടിക്കപ്പെടുന്നതും അഗ്നിയാൽ തന്നെ. ഇങ്ങനെ ഗുണനിലവാരത്തോടുണ്ടാക്കിയിരിക്കുന്നതാണ് അഗ്നി 500D കമ്പികൾ. ഗുണമേന്മ കൂടാതെ വിശ്വാസത്തിന്റെ അടയാളം. അഗ്നിക്ക് സമം അഗ്നി മാത്രം. തടിയിൽ എന്ത് കാര്യം? അതാണ് ഡെൻവുഡ്, the next generation wood. അവിടെ സെട്ടാ. മൈ ഹൗസ് ബ്യൂട്ടിഫുൾ. വൈ 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 വൈ. മൈ പെയിന്റ് ഫുൾ ഫൈബർ. നോ പായല്, നോ വിള്ളല്. ഈശോ പായലിന്റെ ഇംഗ്ലീഷ് പായല്. നോ വാഷിംഗ്. പായലിന്റെ ഇംഗ്ലീഷ് അറിയില്ല. എന്റെ ഇഷ്ടം വീടാ കാട്ടിക്കൊടുത്താ പോരെ. ദാറ്റ് ഗ്രീൻ തിങ് ബിക്കോസ് ഹിസ് പെയിന്റ് നോ ഫൈബർ. ഫുള്ള് പായല്, ഫുള്ള് വിള്ളല്. സീക്രട്ട് ഓഫ് മൈ ഹൗസ് ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കടക്കും. For special attention. Suzuki Bergman Street, the special one. നാളെ ഓഫീസിൽ ഇതുകൂടെ എടുത്തിട്ട് പോകൂ. ഓ നോ, ഇനി കറുത്ത ഫോമൽസ് തന്നെ ഇടണമല്ലോ. വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് കാലുകൾ ഫ്രീ ആയി വെച്ച് ശീലമായി അല്ലേ? ഇതെങ്ങനെയുണ്ട്? കാണിച്ചേ. ഇത് കൊള്ളാമല്ലോ. എങ്കിൽ ബാറ്റയുടെ ഷോറൂമിൽ പോ, സ്വന്തമായി ഒരെണ്ണം വാങ്ങ്. പുതിയ വർക്ക് ലൈഫിനായി ന്യൂ ബാറ്റ റെഡ് ലെവൽ കളക്ഷൻ. റിലാക്സ് വർക്ക് വെയർ ഇപ്പോൾ കൂടുതൽ കംഫർട്ടബിൾ. ഓഫീസിൽ പോകാൻ ഇത് കൊള്ളാമല്ലേ? ദിസ് ഇസ് ബാറ്റ വർക്ക് വെയർ ബ്രോ. അതായത് ഇറ്റ്സ് ഒഫീഷ്യൽ. സർപ്രൈസിംഗ്ലി ബാറ്റ. ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രസിദ്ധീകരിക്കുന്ന പരസ്യം. പയ്യന്നൂർ നിയമസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് TI മധുസൂദനന്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ന്യൂസ് ടൈം brought to you by ബ്ലിറ്റ്സ് അക്കാഡമി, ഓയിൽ ആൻഡ് ഗ്യാസ് QC MEP ലോജിസ്റ്റിക്സ് ജോബ് ട്രെയിനർ. മെറിബോയ് ഐസ്ക്രീം നാച്ചുറൽ ആണ് നല്ലത്. ഇന്റൽ മണി, ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗോൾഡ് ലോൺ കമ്പനി. ഔഷധമാണ്, അത്ഭുതമല്ല, ഒരു കേരള സർക്കാർ സ്ഥാപനം. വാഹനങ്ങളെന്നും പുതിയതുപോലെ ലേക്ക് റോൾ കാർ ഷാംപൂ. ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ്. ക്വാളിറ്റിയാണ്, വിശ്വസിക്കാം. രാജകുമാരി ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് സെന്റർ, ട്രിവാൻഡ്രം, കൊല്ലം. നിങ്ങൾക്കും കരളിന്റെ ആയുസ് കൂട്ടാം. ആയുർവേദ് കരളിനോളം ആയുസ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. this program brought to you by ഇടിയപ്പമുണ്ടാക്കാം ഇനി കൈപൊള്ളാതെ പൊൻകതിർ. തടിയിൽ എന്തു കാര്യം ഡെൻവുഡ് ഉള്ളപ്പോൾ. മുഖ്യമന്ത്രി റാന്നിയിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് തന്നെ. ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നാണ് LDF കാണുന്നത്. നാം അതിവിദഗ്ധ ചികിത്സ തേടി മറ്റു പല സ്ഥാപനങ്ങളിലും പോകാറുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും നമുക്ക് അതേ നിലയിലുള്ള വൻ സ്ഥാപനങ്ങൾ, ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനാകണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകലല്ല, അവിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരുന്ന അവസ്ഥ വരും. ആ നിലയിലേക്ക് കേരളത്തെ വികസിപ്പിക്കണം എന്നാണ് LDF കാണുന്നത്. ഇതോടൊപ്പം തൊഴിലിൻ്റെ പ്രശ്നം നമ്മെ വല്ലാതെ അലട്ടുന്നൊരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ കേരളം മാറി വരികയാണ്. ഇപ്പം തന്നെ മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യവസായ മേഖല വലിയ തോതിൽ തൊഴിൽ നൽകുന്നൊരു മേഖലയാണ്. എന്നാൽ വ്യവസായത്തിൽ മാത്രമല്ല LDF സർക്കാർ കേന്ദ്രീകരിക്കുന്നത്. തൊഴിൽ വിവിധ മേഖലകളിലുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയുടെ വികാസം
വലിയ തോതിൽ തൊഴിൽ ഉറപ്പുവരുത്തുന്നതാണ്. നമ്മുടെ നാട്ടിലെ വലിയ പിന്തുണയാണ് കർഷകർക്ക് സർക്കാർ നൽകിയത്. അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ കർഷകർ അസംതൃപ്തരാണെങ്കിലും നമ്മുടെ നാട്ടിൽ സർക്കാർ ചെയ്ത നടപടികളിലൂടെ കർഷകർ തൃപ്തരാണ്. ആവശ്യമായ രീതിയിൽ ഉള്ള എല്ലാ പിന്തുണയും കർഷകർക്ക് സർക്കാർ നൽകുന്നു. കൃഷിയിടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനായിരിക്കുന്നു. പച്ചക്കറി 2016 6 ലക്ഷം ടണ്ണായിരുന്നു ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പോഴത് 15 ലക്ഷം ടണ്ണായി മാറി, ഇരട്ടിയിലധികം. അടുത്ത് തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് പോകുന്നു. പാല് വലിയ കാലതാമസമില്ലാതെ സ്വയം പര്യാപ്തമാകും. മുട്ട നമുക്ക് സ്വയം പര്യാപ്തമാക്കാനാകും. ഇത്തരം കാര്യങ്ങൾ സ്വയം പര്യാപ്തമാകുന്നു എന്ന് പറയുമ്പോൾ ഇന്നുള്ളതിനേക്കാളും ഉൽപ്പാദനം വർദ്ധിക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ജോലിയിൽ ഏർപ്പെടുന്നവരുണ്ട്, അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നവരുണ്ട്. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും വരുമാനം ഇതിലൂടെ വർദ്ധിക്കാനാണ് പോകുന്നത്. ഇതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലവസരങ്ങൾ, അതും ഇതോടൊപ്പം വരുന്നുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് സംഭരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. ഇതിനെല്ലാം പുറമെ കോവിഡ് ഒരുക്കിയൊരു സൗകര്യമുണ്ട്. കോവിഡ് ഒരുപാട് ദുരന്തമാണല്ലോ നമുക്ക് സമ്മാനിച്ചത്. എന്നാൽ ഒരുക്കിയ സൗകര്യം കോവിഡിന് ശേഷം വന്നൊരവസ്ഥ, വലിയ കൂറ്റൻ കെട്ടിടം, ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നത്. ഇപ്പം അവിടെ ആരുമില്ല, ഏതാനും പേര് മാത്രം. എല്ലാവരും വീട്ടിലാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള തൊഴിൽ, വർക്ക് ഫ്രം ഹോം, ഈ ഒരു രീതി തൊഴിലെടുക്കുന്നവരും തൊഴിൽദാതാക്കളും അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സർക്കാരിന് തോന്നിയൊരാശയം, നമ്മുടെ നാട്ടിൽ ധാരാളം അഭ്യസ്ത വിദ്യരുണ്ട്, അവരെ ഇതിൻ്റെ ഭാഗമാക്കുക. എങ്ങനെ? അവരെല്ലാം വീട്ടിൽ നിന്ന് അകലെ പോയി തൊഴിലെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തൊഴിലെടുക്കാത്ത കുറേ പേരുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തൊഴിലെടുക്കാനുള്ള സൗകര്യമുണ്ടായാൽ അവർക്കെല്ലാം വളരെ താല്പര്യം കൂടും. ഇപ്പോൾ പല സ്ത്രീകൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊഴിൽ വേണ്ടെന്ന് വെച്ചു, കുഞ്ഞു പറഞ്ഞപ്പോൾ തൊഴിൽ വേണ്ടെന്ന് വെച്ചു, ഇങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും സർക്കാർ ഒരു പോർട്ടൽ ഒരുക്കുന്നു, ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതോടൊപ്പം സർക്കാർ തന്നെ തൊഴിൽ ദാതാക്കളെ ബന്ധപ്പെടും, അവരും പോർട്ടലിൻ്റെ ഭാഗമായി വരും. ഉദാഹരണത്തിന് ഒരു കമ്പനി 300 ആളെ വേണം തൊഴിലിന്. കമ്പനി പോർട്ടലിനോട് പറയും, ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ പോർട്ടലിൽ ജോലി ആഗ്രഹിച്ച് രജിസ്റ്റർ ചെയ്തവർ, അവരുടെ പേര്, വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും. ഇവർ പറയുന്ന യോഗ്യതയുള്ള ആളുകളെ, ആ യോഗ്യതയുള്ളവരുടെ വിവരം കമ്പനിക്ക് കൊടുക്കും. കമ്പനി അതിൽ നിന്ന് അവർക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്നവരെ തിരഞ്ഞെടുക്കും. ഇതാണൊരാശയം. ഇത് ആശയം മാത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രയോഗത്തിലായി. പോർട്ടൽ വന്നു, ആളുകൾ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വ്യാപകമായില്ല, എന്നാലും തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തൊഴിൽ കൊടുക്കാൻ കുറേ വൈകുമെന്നായിരുന്നു കരുതിയിരുന്നത്, പക്ഷേ തൊഴിലും കൊടുത്തു തുടങ്ങി. കൊടുത്തത് ചില്ലറക്കാരല്ല, ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന
ലോകപ്രശസ്ത സ്ഥാപനം. അവർക്ക് കുറേ സാങ്കേതിക വിദഗ്ധരെ വേണമായിരുന്നു. അപ്പോൾ അവർ പോർട്ടലിലൂടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന യോഗ്യതയുള്ളവരെ വേണം. പോർട്ടൽ ആ യോഗ്യതയുള്ളവരുടെ വിവരങ്ങൾ കൊടുത്തു. അവർക്ക് വേണ്ട എല്ലാവരെയും കിട്ടി. അവർ നിയമനം നടത്തി. സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിലൂടെ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമെന്നാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാടങ്ങ് മാറുകയാണ്. സംഭവിക്കാൻ പോകുന്നത് എന്താ? തൊഴിലെന്നതൊരു പ്രശ്നമല്ലാത്ത കേരളം, തൊഴിൽ തേടി അലയേണ്ടി വരാത്ത കേരളം, പഠിച്ച യോഗ്യതക്കനുസരിച്ച് തൊഴിൽ ലഭ്യമാകുന്ന കേരളം, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. ഇവിടെ നമുക്കറിയാം ലൈഫ് മിഷൻ്റെ കാര്യം. ലൈഫ് മിഷൻ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനായിരുന്നല്ലോ. ഇപ്പോൾ 2.5 ലക്ഷത്തിലധികം വീട് പൂർത്തിയായി. ആളുകൾ, കുടുംബങ്ങൾ താമസവും തുടങ്ങി. ഇനി പൂർത്തിയാകാനുള്ള 1.5 ലക്ഷം വീടുണ്ട്. അത് ഈ വർഷം പൂർത്തിയാകുന്നു. കുറേ പേര് ഞങ്ങളിതിൽ പെട്ടില്ല എന്ന് പരാതി ഉന്നയിച്ചപ്പോൾ അവർക്ക് അപേക്ഷ നൽകാനുള്ള അവസരം നൽകി. അതിൻ്റെ പരിശോധന നടക്കുന്നു. അതിൽ അർഹതയുള്ളവർക്ക് വീട് നൽകും എന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ LDF പറഞ്ഞിരിക്കുന്നത് അടുത്ത 5 വർഷം 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകും എന്നാണ്. ഇതൊക്കെ LDFനല്ലാതെ മറ്റാർക്ക് കഴിയും? UDFന് പറ്റുമോ? BJPക്ക് പറ്റുമോ? UDF പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. എങ്ങനെയാണ് പാവപ്പെട്ടവരോട് ഇത്തരമൊരു ക്രൂരത കാണിക്കാൻ പറ്റുന്നത്? പക്ഷേ പാവപ്പെട്ടവരോടുള്ള ക്രൂരതയാണല്ലോ ഇവരുടെ മുഖമുദ്ര തന്നെ. ഇപ്പോൾ BJPയും കോൺഗ്രസും നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയം, ഉദാരവൽക്കരണ നയം ഇപ്പോൾ BJP നടപ്പാക്കുന്നു, കോൺഗ്രസ് നേരത്തെ നടപ്പാക്കി. എന്താ നയത്തിൻ്റെ പ്രത്യേകത? സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കും, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കും. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെ പാവങ്ങളോടൊരു കനിവില്ല. ഇപ്പോൾ 2016 UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലം എത്രയായിരുന്നു? ആ കാലത്ത് ക്ഷേമ പെൻഷൻ 600 രൂപ. അത് കൊടുത്തോ? ഒരു കഞ്ഞി കുടിക്കുള്ള വകയല്ലേ, ആ കഞ്ഞി മുട്ടിക്കല്ലേ ചെയ്ത് പാവങ്ങളുടെ. എത്ര മാസത്തെ കുടിശ്ശിക? 18 മാസം, 1.5 കൊല്ലം. LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് ആ 18 മാസത്തെയും കുടിശ്ശിക ഒന്നിച്ച് ഒറ്റ തവണയായി കൊടുത്തു തീർത്തു. ഇപ്പോഴെത്രയാ? 600-ൽ നിന്ന് ഉയർന്നു 1600 ഇപ്പോൾ കയ്യിൽ കിട്ടുന്നത്. LDF ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 1600-ൽ നിന്ന് 2500-ലേക്ക് ഉയർത്തുമെന്നാണ്. ഇവിടെ നമ്മുടെ നാട് മറ്റൊരു കാര്യത്തിൽ മിനിമം വേജ് എല്ലാ സ്ഥലത്തും 600 രൂപയാണ്. LDF പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ അത് 700 രൂപയായിരിക്കും എന്ന്. ഇങ്ങനെ മാറുകയാണ് കേരളം. ഇപ്പോൾ നാടിനെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് LDFൻ്റെ ഉദ്ദേശം. നമ്മളൊരു തലം വരെ ഉയർന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് മേലോട്ട് പോകണം, കൂടുതൽ പുരോഗതി പ്രാപിക്കണം, കൂടുതൽ വികസിക്കണം, ലോകോത്തര നിലവാരമുള്ളതാകണം പല മേഖലകളും. അതിനുള്ള പദ്ധതിയാണ് LDF ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നാം എത്തി നിൽക്കുന്ന അവസ്ഥ, അതിലേക്കെത്താൻ കഴിഞ്ഞത് നമ്മുടെ വികസന പ്രവർത്തനമായാലും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായാലും ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും
നാം നേരിടേണ്ടി വന്ന വിവിധ ദുരന്തങ്ങളെ നേരിടുന്നതും അതിജീവിക്കുന്നതുമായ പ്രശ്നമായാലും ഇതിലെല്ലാം ഇതേവരെയുള്ള സർക്കാരിൻ്റെ അനുഭവം നാടും നാട്ടുകാരും എല്ലാം പൂർണ്ണ ഐക്യത്തോടെയും ഒരുമയോടെയും സർക്കാരിനോടൊപ്പം LDFനോടൊപ്പം അണിചേർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിത്തരത്തിലൊരു മേന്മ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നമ്മളിവിടെ നിന്നാൽ പോരാ, ഇനിയും മുന്നോട്ട് പോകണം. ഒരു പുതിയ കേരളം, ലോകോത്തര നിലവാരമുള്ള മേഖലകളുള്ള കേരളം, നേരത്തെ നാം പറഞ്ഞിട്ടുള്ള ഒരു നവകേരളം സൃഷ്ടിക്കാൻ നമുക്കാവണം. അതിന് ഇതേവരെ നൽകിയ സഹായം, സഹകരണം, പിന്തുണ നാടും നാട്ടുകാരും പൂർണ്ണമായി തുറന്നും നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പുതിയ കേരളത്തിൻ്റെ, നവകേരളത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ LDFനോടൊപ്പം ഇവിടെ നിന്ന് ശ്രീ പ്രമോദ് നാരായണനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.